ഡാ അർജുനെ, എന്താ ഈ വർഷവും കഴിയാറായി. നിന്റെ സിനിമ കാണാമെന്നുള്ള എന്റെ വ്യാമോഹമില്ലേ, ഞാൻ ദേ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. ക്ലൈമാക്സ് കിട്ടിയ അപ്പൊ ഞാൻ എഴുത്തോളാം. ക്ലൈമാക്സ് എന്റെ പൊന്നർജുനെ, നീ ഇവിടെ ഇങ്ങനെ കിടന്നാലേ നിനക്ക് ക്ലൈമാക്സ് പോയിട്ട് താഴത്തെ കഞ്ഞി പോലും കിട്ടുന്ന എനിക്ക് തോന്നണേ. ഡാ, നീ ഇവിടെ നിന്ന് മാറി നിൽക്ക്. നിന്റെ എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം. ബാംഗ്ലൂർ പോയാലോ? ചെന്നൈ? ആ, നീ ചെന്നൈക്ക് വിട്ടോ. ചെന്നൈ പോയിട്ടുള്ള എല്ലാവരും വലിയ വലിയ അനുഭവങ്ങളായിട്ടല്ലേ തിരിച്ചു വന്നേക്കണേ. പിന്നെ നിനക്കാണെങ്കിൽ കുറച്ച് അനുഭവങ്ങളുടെ കുറവുണ്ട്. ചെന്നൈ പോലുള്ള സ്ഥലത്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മുടെ വൈബിൾ ആരിലൊക്കെ വേണം, എന്നാലേ ഒരു ഗുമ്പുള്ളൂ. അതേടാ, ഇനി നിന്റെ വൈബിന് വേണ്ടി ഞാൻ 4-5 പേരും കൂടി റെഡിയാക്കാം. ഒന്ന് പോയടാ അവിടെ നിന്ന്. അത് ശരിയാണല്ലോ. ആ, അവളവിടെ ഉണ്ടല്ലോ. പഴയൊരു കണക്ഷൻ ഉണ്ടല്ലോ. എന്ത് കണക്ഷൻ? എടാ, ഞങ്ങളന്ന് ഇന്റേൺഷിപ്പിന് പോയപ്പോ നിന്ന റൂമില്ലേ, ആ റൂമിന്റെ കാര്യം നിനക്ക് വേണ്ടി പറഞ്ഞതാ. അതിന് മേലല്ലേ നിന്നോട് നാല് പിടിച്ച ശ്രീതു ഉള്ളത്? അതിന് അവൾ എന്റെ കൂടെ പഠിച്ചു എന്നല്ലേ ഉള്ളു. നിന്റെ കൂടെ അല്ലായിരുന്നു അവളുടെ കൂട്ട്. ഏയ്, അതൊന്നും ശരിയാകത്തില്ല. എടാ, അവൾ ആ പഴയ 4ാം ക്ലാസ് കലിപ്പൊക്കെ മറന്നിട്ടുണ്ടാവും. പിന്നെ വർഷങ്ങളായി ഇവിടുന്ന് പോയിട്ട്. നമുക്കതൊന്നല്ല, നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കണം. നിനക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ ഒരു റൂം, പിന്നെ കുറച്ച് അനുഭവ സമ്പത്തായിട്ട് തിരിച്ചു വരണം. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ നീ അവളെ അങ്ങോട്ട് വിളി. അവളെ, അതല്ലേ രസം. അവൾക്ക് ഇതാ ഫോണും ഇല്ല, സോഷ്യൽ മീഡിയയും ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ, അതൊക്കെ നമ്മുടെ കൊച്ചു സെറ്റാക്കും. നീ ചെന്നൈക്ക് പോകാൻ റെഡി ആയിക്കോ. ഓക്കെ? ഹലോ. ചെന്നൈ എങ്കിൽ ചെന്നൈ.